നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കാണിക്കാം. നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. നമ്മുടെ കൂട്ടത്തിലെ ഡീസന്റ് വീഡിയോ. കൂട്ടത്തിലെ ഡീസന്റ് വീഡിയോസ് മാത്രം ഇതിന്റെ കൂട്ടത്തിൽ കുറെ കാശ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാണിച്ചിട്ടുമില്ല. ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആൾക്കാർ ഇട്ടിട്ട് പോയത്. ഒരു മധുരക്കിനാവിൻ പറയുമ്പോ വേറൊരു കാര്യം കൂടി പറയണം. മെക്സിക്കോയില് ഒരു സ്ഥലം എടുത്ത് നമ്മൾ അവിടത്തെ DJ മാറ്റി ഒരു മധുരക്കിനാവിൻ പ്ലേ ചെയ്തിട്ട് അവിടത്തെ ആ ഇതിന്റെ ഹോൾ കൗണ്ടറിൽ കയറി നിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ശരി, ഇതൊക്കെ ഇപ്പൊ 3 കണ്ടല്ലോ. ഇത് 3 സ്ഥലത്ത് ഡാൻസാ. അതെ അതെ, 3 രാജ്യത്തെ ഡാൻസുകളാണ് കളിക്കുന്നത്. ആ രാത്രി നിന്ന് വട്ടത്തിൽ കളിച്ചിരിക്കുന്നത് എനിക്ക് സ്ഥലപ്പേരുകൾ ഓർമ്മ കിട്ടത്തില്ല. ആ കറങ്ങുന്ന കുതിരയുള്ള സ്ഥലം ഫ്ലോറൻസ് സ്ഥലമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളികളില്ല ആ പ്രദേശത്തുനിന്ന് ബോധ്യം വന്നാൽ തെരുവ് നാടകം, തെരുവിന് ഹേ മാളോരേ. ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിട്ട് ചാക്കോച്ചന് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അമൃത ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ചാക്കോച്ചന്റെ കരിയറിലെ ആ സ്ത്രീ ആരാണ്? സ്ത്രീയല്ല, അതൊരു പുരുഷനാണ്. അതൊരു സ്ത്രീയല്ല, അതൊരു പുരുഷനാണ്. ഇവിടെ നിന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. അല്ല, അഭേദ്യമായ ബന്ധം എന്ന് പറയുമ്പോ പ്രിയ എന്നോട് പറഞ്ഞ വിട്ടെ കണ്ടുപിടിച്ചോണ്ട് വരണം. അല്ല, ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. മലയാളത്തിലെ മികച്ച ഗായകനാണ്, അമൃത ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ ശ്രീ കൃഷ്ണചന്ദ്രനെ വേദിയിൽ. നമസ്കാരം ചേട്ടാ. ഒന്ന് ദയവ് ചെയ്തിരിക്കും. ഇനി ഒരു കാര്യം, ഈ ബന്ധം എന്താണെന്ന് റിമി ധൈര്യം ഉണ്ടെ പറയട്ടെ. പഠന വിഷയമാണ് ഇവര് തമ്മിലുള്ള ബന്ധം. ഒരു വലിയ ബന്ധമുണ്ട്. വലിയ ഒന്നല്ല, 2 ബന്ധം വേണേ പറയാന്. എന്തായാലും രക്തബന്ധമല്ല. അല്ല, എന്തൊരു കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ സമയത്ത് ഒരു ചാക്കോച്ചന്റെ കരിയറിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് സഹായിച്ചു എന്നൊക്കെ പറയണോ? അല്ല, സഹായിച്ചു എന്നല്ല, അതിന് കാരണമായത് അദ്ദേഹമാണെന്ന് തന്നെ വേണേ പറയാം. തുടക്കം പറ, റീമി പറയട്ടെ. റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് ഡൽഹിയിൽ വിളിച്ച് പറഞ്ഞു. എന്താ റിമി? പിന്നെ എന്തിനാണ് ഫസ്റ്റ് പടം ഏതാ? അനിയത്തിപ്രാവ്. അനിയത്തിപ്രാവ് കണ്ടതല്ലേ? ചാക്കോച്ചന്റെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീ കൃഷ്ണചന്ദ്രനാണ്. തുടക്കം മാത്രം. അതെ, ഉറപ്പായിട്ടും ഫസ്റ്റ് പടത്തിലാണ്. അല്ല, എനിക്ക് ആ ഒരു പാതകം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഫാസിൽ സാറിന് ഈ ശബ്ദത്തോടുള്ള ഇഷ്ടം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അല്ലേ, പല ആൾക്കാർക്കും വേണ്ടി 2 പേർക്കേ ഉള്ളൂ. എന്നെന്നും കണ്ടിട്ടല്ലേ ഹീറോയ്ക്കും പിന്നെ ചാക്കോച്ചൻ. അത് എന്നെ ചെയ്യിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണേ ചാക്കോച്ചൻ തന്നെ ചെയ്തിരുന്നു. അത് ശരിക്കും എന്നെ കൊണ്ട് മാക്സിമം ചെയ്യിക്കാനായിട്ട് പാചിക്കാൻ ശ്രമിച്ചു. എനിക്ക് യാതൊരു താല്പര്യവും ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇത് വേറെ പണിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ആളെ, ഏറ്റവും നല്ല ആളെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ തീരുമാനിച്ചു. ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പോകുമ്പോൾ കേട്ടത് ഒരു 16 പേരെ അവന്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആ സമയത്ത് സ്ഥിരം റഹ്മാനും വിനീതിന്റെ ശബ്ദമാണ്. ചേട്ടാ, ഞാൻ അവിടെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ 16 പേരും ട്രൈ ചെയ്യുമ്പോൾ ഞാൻ വന്നിട്ട് ഇത് എന്ത് സംഭവം. അതായത് ഈ പൊട്ടി തേങ്ങ ഇടുന്ന പോലെ ഓരോ 16ന്റെ ഇടയിൽ ചാക്കോച്ചൻ ഒന്നുകൂടെ ശ്രമിക്കുന്നു. എന്നിട്ടാ 16 ആയത്.
കാരണം ഇത് ഇത്രേ ഉള്ളൂ, ചാക്കോച്ചൻ ട്രൈ ചെയ്യുന്നു പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാച്ചിക്ക കൊണ്ടുപോയി ശരി. സ്റ്റുഡിയോയിൽ കൊണ്ടുപോകാറുണ്ട്. ഞാൻ 50 മില്യൺ അടുക്കില്ലായിരുന്നു. 20ാമത്തെ വർഷത്തിൽ നിൽക്കുകയാണ് അമൃത TV. അല്ല, എനിക്ക് ഈ ഡബിങ്ങിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വേറൊന്നല്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു 3-4 ദിവസം തിയേറ്റർ ഇല്ല, ആ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. കാരണം റിലീസിന് ഒരാഴ്ച മറ്റേ ഉള്ളൂ. ഇവര് സെൻസറിങ്ങിന് ശേഷമാണ് ഞാൻ ഡബ് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ തിയേറ്റർ ഇല്ല, പ്രസാദ് 70mm തിയേറ്റർ ഇല്ല. അവസാനം ഏതൊരു 3-4 ദിവസം വൈകുന്നേരം 5 to 9 അങ്ങനെ ഞാൻ ചെന്ന് ചെല്ലുമ്പോൾ ചെയ്യുമ്പോഴുണ്ടല്ലോ, പാച്ചിക്ക ചെയ്യിക്കുന്ന കാര്യം അറിയാമല്ലോ. പാച്ചിക്ക അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, കൺസോളിൽ നിന്ന് പറഞ്ഞിട്ട് കൃഷ്ണേന്ദ്ര നമുക്ക് ഇത് ഇങ്ങനെ ഞാൻ പറയും, പാച്ചിക്ക ഇതിൽ കൂടുതൽ എനിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞൊരു സിറ്റുവേഷൻ. അതിനകത്ത് ഏറ്റവും നല്ല ഒരു മോഡലേഷൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതാരാണ് അതിന്റെ എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഇല്ലേ, അത് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചു. അയ്യോ പ്ലീസ്, എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണ മോനെ ഇല്ലേ ചേട്ടാ, ഇതൊരു വലിയൊരു സംഭവമല്ലേ. ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇങ്ങനെ ഒരു നിമിഷം വളരെ റയർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മള് സിനിമ കണ്ടു പക്ഷെ ഡബ് ചെയ്ത കാര്യം ചിലപ്പോ വിട്ടുപോകും. എന്നാൽ എന്തെങ്കിലും ഏതെങ്കിലും ഡയലോഗ് ലൈനൊന്നും ഓർമ്മയില്ല. എനിക്കിവിടെ ഒരു പറയണമെങ്കിൽ പേപ്പർ വെച്ച് പറയണ ആള് ഞാൻ. നല്ല ഓർമ്മശക്തിയാ. അത് കാരണം അതൊന്നും ഒരു രക്ഷയില്ല. പക്ഷെ ഏറ്റവും കഷ്ടപ്പെട്ട സാധനം ഇവര് പിരിയുന്ന ഒരു സീൻ, പിരിയാന്ന് തീരുമാനിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ ഒരു എന്നാ നമുക്ക് അതൊരു 16ാമത്തെ ടേക്ക് ആയപ്പോ പാച്ചി മതി ഇത് മതി. അതാണിപ്പോ നിങ്ങൾ സിനിമയിൽ കേൾക്കുന്ന ആ മൂളല്. അത് സാധാരണ നമ്മൾ സിനിമ ഡബ് ചെയ്ത സിനിമ നമ്മൾ പ്രൊജക്ഷൻ കാണുമ്പോൾ, പ്രിവ്യൂ കാണുമ്പോൾ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യാറില്ല. കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന സ്ഥലത്ത് ശ്വാസം എടുത്തിട്ടുണ്ടെന്ന് വരെ നമുക്കറിയാം. പക്ഷെ ഈ സിനിമ കണ്ടിട്ട് ഞാൻ ക്ലൈമാക്സിന് ഞാൻ കരഞ്ഞുപോയി. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പാച്ചിക്കയും അന്ന് സിബി മലയിലൊക്കെ ഉണ്ടായിരുന്നു സിനിമ കാണാൻ. അതെങ്ങനെയാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ലോഹിത് ദാസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെയോ അന്ന് വലിയ ആളുകളൊക്കെ മദ്രാസില്. അപ്പൊ അത് എന്നിട്ട് അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എനിക്ക്, ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ്. എനിക്ക് ശ്രീജയ്ക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ പോണ ശബ്ദം 65 വയസ്സുള്ള ഒരു വയസ്സെന്റെയാണ്. ഈ സിനിമ റിലീസായിട്ട് ഭയങ്കര ഹിറ്റായി. ചാക്കോച്ചന് ഭയങ്കര ഡിമാൻഡുള്ള സമയത്ത് ചാക്കോച്ചന്റെ സെക്കൻഡ് മൂവി നക്ഷത്ര, അതിന്റെ പൂജ റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നു മദ്രാസിലെ മറ്റല്ലേ, മദ്രാസില്. ഇദ്ദേഹം അതിന്റെ ഇൻവിറ്റേഷനുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞാനും ഇല്ല, വൈഫും ഇല്ല വീട്ടിൽ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആരോ എന്നെ വന്ന് അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിട്ട് ഞാൻ ഡബ് ചെയ്ത് കൊടുത്ത ഒരു ആർട്ടിസ്റ്റ്. എനിക്ക് വിനീതമായിട്ടൊക്കെ വളരെ അടുപ്പമാണ്, എങ്കിലും കൂടി അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനൊരു ദിവസം ഏതൊരു ഫംഗ്ഷന് കണ്ടപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ കണ്ണു പൊത്തി പിടിച്ചു ചാക്കോച്ചന്റെ. ഞാൻ ചോദിച്ചു ആരാന്ന് മനസ്സിലായോ? എന്റെ ശബ്ദമല്ലേ അല്ല. ഒറ്റ ഇനിയൊരു കാര്യം കൂടി പറയണോ, അമേരിക്കയിൽ ആ സമയത്ത് സിദ്ദിഖ് ലാലിന്റെ പ്രോഗ്രാമിന് ഞങ്ങൾ പോയപ്പോ ഇത് കഴിഞ്ഞ ഒരു കൊല്ലം മറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. അനിത്യപ്രാവ് 98-ലല്ലേ റിലീസ്, 99-ൽ ഞങ്ങൾ പോയപ്പോ കുറെ പെൺകുട്ടികള് അല്ല ഇദ്ദേഹത്തിന്റെ ഫാൻസ് മുഴുവൻ ചാക്കോച്ചന്റെ ശബ്ദമല്ലേ എന്ന് പറഞ്ഞ് എന്റെ ഒപ്പിട്ട് വാങ്ങി. അതൊക്കെ ചെറിയ പെൺപിള്ളേർ, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അല്ലാണ്ട് കൃഷ്ണേന്ദ്രൻ എന്നുള്ള പാട്ടുകാരനെയോ കൃഷ്ണേന്ദ്രൻ എന്നുള്ള ആക്ടറെയൊന്നും അല്ല അവർക്ക്, ചാക്കോച്ചന്റെ ശബ്ദമല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. അല്ല, പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം കൂടി, ഒരു ബന്ധം കൂടി ഞാൻ പറയട്ടെ. ചാക്കോച്ചന്റെ ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയുള്ള ഏറ്റവും വലിയ ഹിറ്റ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സൂപ്പർ ഹിറ്റ്, അതിനൊക്കെ മുമ്പ് എന്നാ താൻ കേസ് കൊടു, അതിലൊരു ഡാൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടൻ, ലതിക, കൃഷ്ണചന്ദ്രൻ. ഒറിജിനൽ. നമുക്ക് എന്തായാലും പാട്ടിന് മുമ്പ് നമ്മുടെ ഒരു ആഗ്രഹം, ആ ഡബിങ് ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം, അതും വിത്ത് ദ സ്റ്റാർ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇച്ചായ്മാരെ കുറിച്ചാ? ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ കൺസോളിൽ നിൽക്കുന്ന സാധനമാണ് നമ്മൾ. പക്ഷെ രണ്ടുപേരും മാറി മാറി ചെയ്തപ്പോ
സൗണ്ട് ഭയങ്കര സിമിലർ അല്ലേ? പിന്നെ. സാമ്യം പിന്നെ. സൗണ്ട്. എനിക്ക് ചാക്കോച്ചൻ പറയുന്ന ആ ഒരു നാച്ചുറൽ സാധനം അല്ല എന്റെ വരുന്നതാണ് എന്റെ അഭിപ്രായം. അത് അഭിനയിച്ച ആൾ തന്നെ ചെയ്യുമ്പോ അതിന്റെ പ്രത്യേകത വേറെയാണ് സത്യത്തിൽ. ഞാൻ സൗണ്ടിന്റെ ആ ടോണും ടെക്സ്ചറും ആണ് ശരിക്കും നല്ല സാമ്യം. പിന്നെ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഇല്ലേ ഏട്ടാ, അന്ന് അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ സിനിമയിൽ ഇത്ര ഇതാവോ അല്ലേ? സത്യം. അപ്പോ 20ാമത്തെ വർഷത്തിലെത്തി നിൽക്കുന്നു അമൃത. തുടക്കം തൊട്ടുണ്ട് ആ അമൃതയുടെ യാത്രയിലുള്ള ആളാണ്. ഞാനൊക്കെ മദ്രാസിൽ നിന്ന് താമസം കേരളത്തിലേക്ക് മാറ്റാനുള്ള ഒരേ ഒരു കാരണം അമൃത ടി.വി. ഏതായാലും ആ അമൃത ടിവിയുടെ ആ 20ാമത്തെ ഒരു കാര്യം കൂടി, ആ. മഞ്ജു വാര്യരുടെ കൂടെ എനിക്ക് മഞ്ജു വാര്യരുടെ 2 ഹീറോസിനെ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ. മഞ്ജുവിനത് അറിയോന്നറിയില്ല. ഒന്ന് കണ്ണെഴുതി പൊട്ടും തൊട്ട്, അബ്ബാസ്. അബ്ബാസ്. ശരി. പിന്നെ ഏതോ ഒരു സിനിമയും കൂടി ഉണ്ട്. ആ വേണു ഡയറക്ട് ചെയ്തില്ലേ MT-യുടെ ആ, ദയ, ദയ, ദയ. ദയ കൃഷ്ണയ്ക്ക്. അയ്യോ. 2 സിനിമ. അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാനൊരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. ചേട്ടനറിയാത്ത വേറൊരു ബന്ധം ഞാനും ചേട്ടനും തമ്മിലുണ്ട്. അതെന്തായിരുന്നു? എനിക്കൊരു മകൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത്. അവനെ ഞാൻ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന ഒരു പാട്ട്, അത് കൃഷ്ണേട്ടൻ പാടിയത് അല്ലിയളം പൂവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ അത്. ഞാൻ പാടിയിട്ട് പോലും അവൻ ഉറങ്ങണമെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഇത് എന്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് AS പ്രിയ എന്നുള്ള സാഹിത്യകാരിയാ. അവരുടെ കുട്ടിയെ ഈ പാട്ട് പാടി ഓർക്കും. ഞാൻ പറഞ്ഞു ഇത് 84 ഞാൻ പാടിയതാ, എനിക്ക് 24 വയസ്സപ്പോ. അന്ന് എനിക്ക് കുട്ടിയെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ. അപ്പോൾ 84 മുതലൊക്കെ ആ സമയത്ത് ഈ പാട്ട് ഹിറ്റായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ആ സമയത്ത് ഹിറ്റല്ല, ഒരിക്കലും അല്ല. ഇത് റിയാലിറ്റി ഷോസ് വന്നതിന് ശേഷം കുട്ടികൾ പാടി ഹിറ്റാക്കിയതാ. അല്ലല്ല, മംഗളം നേർന്നു. നല്ല 2 പാട്ടുണ്ട് അതില്. രണ്ട് ഉഗ്രം പാട്ടുകൾ. എനിക്ക് ഇന്നസെന്റ് ഏട്ടൻ കാരണം മാത്രം കിട്ടിയ ഒരു പാട്ടാ അത്. കാരണം ഞാൻ ട്രാക്ക് പാടിയതാ ദാസേട്ടന് വേണ്ടിയിട്ട്. എന്നെ ഇളയരാജ സാറിന് ട്രാക്ക് പാടാൻ വിളിക്കാറില്ല. ഇതൊരു പാട്ടിന് മാത്രം എന്റെ മാനേജർ വിളിച്ചിട്ടുണ്ട്, ഒരു ട്രാക്ക് നാളേക്ക് കൊല്ലംകോടിൽ എങ്കയോ ഷൂട്ട് പണണോ, നെല്ലേപ്പള്ളിയിൽ അനപ്പണം എന്നൊക്കെ പറഞ്ഞു. അതിനെന്താ, ഞാൻ പോയി ഒറ്റ ടേക്ക് വിത്ത് ഓർക്കസ്ട്ര അത് അയച്ചു കൊടുത്തു. ഇത് ഷൂട്ടിങ്ങിന്റെ അവിടെ നിന്ന് ഇന്നസെന്റ് ഏട്ടൻ കേട്ടിട്ട് അവിടുന്ന് എല്ലാവരും പറഞ്ഞു അത്ര. ഇന്നസെന്റ് ഏട്ടൻ പാട്ടില്ല, മോഹനേട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംവിധായകനൊക്കെ. ഇവൻ നന്നായിട്ട് പാടിയുണ്ടല്ലോ, അത് എന്തിനത് വെറുതെ മാറ്റണം. അങ്ങനെ അത് ഓക്കെ ചെയ്തതാണ്. അപ്പൊ ഞാൻ പിന്നെ അതും ഞാൻ പറഞ്ഞു, സിനിമയില് കൃഷ്ണേട്ടൻ പാടി ഒരു വെർഷൻ കിടക്കുന്നുണ്ട്. അത് ഞാൻ ജാനകിയമ്മയ്ക്ക് വേണ്ടി പാടിയതാണ്. ജാനകിയമ്മ പിന്നെ അത് റെക്കോർഡിൽ അന്നൊരു 3 പാട്ടാകുമ്പോൾ 4ാമത്തെ നമുക്ക് അത് 4 വരി മാത്രം ഇങ്ങനെ ദൂരത്ത് ഇങ്ങനെ എന്താ പറയാ ഡൈ ചെയ്യുമ്പോ എനിക്ക് ഈ പാട്ട് നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ കഥ മാറി. ഫഹദ് ഫാസിലിന്റെ കൂടെ ഒരു സിനിമ അഭിനയിച്ചു ഞാൻ, കോമ്പിനേഷൻ ഇല്ലെങ്കിലും കൂടി. ശ്യാമിന്റെ, ഞങ്ങളുടെ അമൃത TV ഫാമിലിയിലത്തെ ശ്യാം പ്രസാദിന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള പടം. അന്ന് ഞാൻ ഇദ്ദേഹത്തിന് ഫഹദ് ഫാസിലിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യം, ചേട്ടാ എന്നെ എപ്പോഴെങ്കിലും എന്നെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമുള്ളപ്പോൾ ഒന്ന് കസ്തൂരി മാൻകുരുതി ഒന്ന് പാടി. ഞാൻ പറഞ്ഞു അതൊക്കെ എങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാനേ വഴിയില്ല അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയ കാര്യം. എന്തായാലും അതൊക്കെ ഒരു വലിയൊരു പാട്ടുകൾ ഒരുപാട്. ഓക്കെ, അപ്പൊ എല്ലാവരും കൈപിടിച്ച് കൊണ്ടുപോയാട്ടെ. ഞാൻ കൈപിടിച്ച് കൊണ്ടുപോകാം. കാരണം നമ്മളെ വലിയ സന്തോഷം. അതെ, എങ്ങനെയാണ് രക്ഷിക്കണം സാറേ? എന്റെ പുറകെ നിങ്ങൾ എന്താണ് എന്നെ പേരായിട്ട് ഓട്ടിക്കുന്നത്? ഞങ്ങള് പേരല്ലെന്ന്, ഞങ്ങൾ ഡ്യൂട്ടിക്കിട്ട് അങ്ങനെ 2 പോലീസുകാരാടാ. രാവിലെ പോലും ഉറക്കണിട്ട് ഓടാത്ത ആളാണ് ഞാൻ. എന്നെ 3 കിലോമീറ്റർ ഇവരിട്ട് ഓടിക്കുന്നു. എന്താ കേസ്? അവിടെ നിൽക്കടാ, അവിടെ നിൽക്കടാ സാറേ, ഒന്ന് പറഞ്ഞ് റെഡിയാക്കോ. അല്ല, എന്താണ് കേസ്? എന്താണെന്ന് പറയും. ഇവനെ ആ ഇരിക്കുന്ന ചാക്കോച്ചനെ ഏറ്റവും കൂടുതൽ ട്രോളുന്ന ആളാണ് അവൻ. അല്ല, ഞാൻ ചാക്കോച്ചന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് ട്രോളുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചാക്കോച്ച? കുഴപ്പമുണ്ട് ഇല്ലെന്ന്. ഫാനായിട്ടുള്ള ആൾക്കാർ ട്രോളൂ, ചെറുതായിട്ട് തമാശക്ക് വേണ്ടി ട്രോളുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ചാക്കോച്ചിന്റെ ഫാൻസ് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. താൻ എങ്ങനെയാണ് ചെയ്യുന്നത്? താൻ എന്തിനാണ് ചാക്കോച്ചിനെ മാത്രം ട്രോളുന്നത്? എനിക്ക് ഭയങ്കര ആരാധനയാണ്, ബഹുമാനമാണ്, അതുകൊണ്ട് ഞാൻ ട്രോളുന്നു. എനിക്ക് എന്താ കേരള പോലീസിനെ ട്രോളിക്കൂടെ? എന്നിട്ട് വേണം എന്നെ അടുത്ത് അകത്തിടാൻ. എന്താ നിന്റെ ഉദ്ദേശം? ഒരു മിനിറ്റ് സാറേ, എന്നെ ഓടിച്ചപ്പോ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇടത്തിന് സൈഡ് ഒന്ന് തിരിഞ്ഞാണ്, അങ്ങോട്ട് ലെഫ്റ്റ് സൈഡ്. കറക്റ്റ് നിറത്തിലെ ശാലിനി അല്ലേ? ഞാൻ ഓടിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കും. വീണ്ടും എനിക്കൊരു സംശയം. ഞാൻ ആലോചിച്ചത് ഈ ശാലിനി അജിത്തിന് ചോറും തരാതെ എറണാകുളത്ത് എന്നിട്ട് ഓട്ടിക്കുന്നത് കറക്റ്റ് സത്യം. നിറത്തിലെ ശാലിനി. അയ്യോ, അത് കേട്ടങ്ങ് സൂചിച്ചു നിൽക്കേണ്. അവൻ ട്രോൾ ചെയ്താണ്. അങ്ങനെയാണോ സാർ? താൻ എന്നെ നിറത്തിലെ ശാലിനി ഒന്നും കണ്ട, എന്നെ അനിയത്തി പ്രവായിട്ട് കണ്ടാ മതി അല്ലേ? അല്ലെങ്കിൽ അവളുടെ ചന്താമാമാരും ഒന്നും നല്ല ഇടിയാൻ കടിക്കും. മനസ്സിലായില്ല?
ഏത് മാമാര്? ചന്തയിൽ പണിയെടുക്കണ മാമന്മാര് വന്നിട്ടേ നല്ല കുത്തുകുത്തുവന്ന്. ആരാ? നിന്നെ. എന്നെ? ആ പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. എന്താണ്? എന്നെ ആർക്കും ഇടിക്കാൻ പറ്റുമോ? ഇടിച്ചാ ഏക്കുകയില്ല. ഞാൻ പ്രേം പൂജാരി കൊണ്ട് അടിപൊളി ഒരു ARS ജപിച്ച് കെട്ടിയിട്ടുണ്ട് പൊക്കളുടെ താഴെ സൈഡിൽ. തുടങ്ങി നിർത്തടാ. നിന്റെ അയ്യപ്പ കോയിലോ പൗലോ പൗലോ അയ്യപ്പ സാർ അങ്ങനെയല്ല. ഈ വായെ കൊള്ളാത്ത അമ്മച്ചി പടത്തിലൊക്കെ പൗലോ. പോയി എന്തിനാണ് ചാക്കോച്ച മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? നിർത്താൻ നിന്റെ അഭ്യാസം. ഇത് മതി. അത് മതി. ഇപ്പൊ കുറച്ച് മെമ്മറി കാർഡ് തീർന്നതേ ഉള്ളു. സംഭവം കേട്ടിട്ടുണ്ട്. അല്ല പിന്നെ ഈ പറ്റാത്ത പേരൊക്കെ ഈ പോലീസ് പഠിച്ചിട്ടുണ്ട്. എടാ, നിർത്തിക്കോട്ടെ നിന്റെ പരിപാടി. നീ സാർ ചൂണ്ടാരി പുള്ളിയിലുണ്ട് പരിപാടി. എന്ത് പരിപാടി? ഭയങ്കര ചാറ്റിങ്ങിന്റെ ആളാണ് ഈ പുള്ളി. അനാവശ്യം പറയാൻ നിൽക്കരുത്. എന്ത്? എടാ, ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർ. ഭയങ്കര കർമ്മം തരുന്നത്. ഡ്യൂട്ടിയുടെ ഇടയിൽ കയറി ഭയങ്കര ചാറ്റിംഗ് ആണ്. ആര് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? എൽസമ്മ എന്നൊരു പെൺകുട്ടിയായിട്ട് ഇയാൾ ഭയങ്കര ചാറ്റിംഗ് ആണ്. എലിസമ്മയോ? എൽസമ്മ അതല്ലല്ലോ ചേച്ചിയുടെ പേര്. അല്ല, എൽസമ്മയായിട്ട് ചാറ്റ് ചെയ്യണത് തനിക്ക് എങ്ങനെ? എനിക്കറിയാം. എങ്ങനെ? നന്നായിട്ടറിയാം. എങ്ങനെ? ഡ്യൂട്ടിയുടെ ഇടയിൽ ചാറ്റ് ചെയ്ത് എനിക്കറിയാം. തനിക്ക് എങ്ങനെ ആ അറിയാം? എൽസമ്മ എന്ന ആൺകുട്ടി എന്റെ ഫേക്ക് ഐഡിയ ആണ്. അത് ശരി. ഒരു ആണിന്റെ അടുത്ത് ചോദിക്കുന്നത് ഏത് മരിച്ചു. സാറേ സാറേ പറയുന്നുണ്ടെന്ന് തോന്നരുത്. വളരെ മോശമാണ്. ഫാമിലിക്കുള്ള ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ് എന്താ സംഭവിക്കും? ഒരബദ്ധം വളരെ മോശം ചാറ്റിംഗ്. UK രാഹുൽ മേനോൻ അറിയാമോ? രാഹുൽ, അതെ അറിയാം. നിങ്ങൾ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടല്ലോ. നിങ്ങള് നെയ്യിൽ എന്തോ ഒളിച്ചോടുള്ള പരിപാടി എന്നോ പറയുന്നുണ്ട്. അല്ല, അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞ്? ആ രാഹുൽ മേനോൻ എന്റെ ഫേക്ക് ഐഡിയ. ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം പ്ലീസ്. കഷ്ടം തന്നെ. രശ്മിക മന്ദാനായിട്ട് ചെറിയൊരു ബന്ധമുണ്ടോ? ബന്ധമില്ല. ഒരു എന്തെങ്കിലും പ്രൊമോഷൻ ഒക്കെ ആയിട്ട് ദുബായിൽ വരുമ്പോഴൊക്കെ ഒരു മെസ്സേജ് അയക്കും. ഞാൻ കാണാൻ ഇടയ്ക്കിടയ്ക്ക് രശ്മിക മന്ദാനയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ടല്ലോ. ആ രശ്മിക മന്ദാന എന്റെ ഫേക്ക് ഐഡിയ. എടാ, ഇവനെ കൊണ്ട് അതാ വെറുതെ അല്ല, ചുമ്മാ അല്ല ഇവനെ പിടിച്ചകത്തിടണമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു രശ്മി മന്ത്രി എങ്ങനെ പച്ച മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ആ മലയാളത്തിൽ മെസ്സേജ് ആയാലും തിരിച്ചങ്ങ് അയക്കണല്ലോ നിന്ന് രാത്രി 12:30 1 മണിക്കൊക്കെ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അതെ, സത്യം പറ, നിനക്ക് എത്ര ഫേക്ക് ഐഡിയ ഉണ്ട്? ഫേക്ക് ഐ ഡി കുറെ ഉണ്ട്. പക്ഷെ എന്നാലും എന്നെക്കാളും മുമ്പേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ഒരാളുണ്ട് ഇവിടെ. അതാരാണ്? ഈ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കേട്ട് തുടങ്ങിയല്ലോ. അതെ. വർഷങ്ങൾക്ക് മുമ്പ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ഒരാളെ പറ്റിച്ച ഒരാളുണ്ട് ഇവിടെ. ആരാണത്? നമ്മുടെ ചാക്കോച്ചൻ. ചാക്കോച്ചനാ? കോച്ചൻ. ചാക്കോച്ചനെങ്ങനെ? എന്റെ തെളിവുണ്ട്. അതിന്റെ തെളിവുണ്ട്. കാണണോ? ചാക്കോച്ചനൊക്കെ അതിന്റെ ആവശ്യമില്ലല്ലോ. ആരും തങ്കം പോലത്തെ മനുഷ്യനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാവേ? തെളിവുണ്ട്. കാണണം. ചാക്കോച്ചൻ കാണിച്ച ഫേക്ക് ഐ ഡി. പറ, നീക്കിനി വാങ്ങിക്കരുത്. പറ, എവിടെ മോഹിനി വർമ്മ? പറയടാ, മോഹിനി എവിടെ? നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന മോഹിനി, മോഹിനി ദാ ഈ നിൽക്കുന്ന സുദർശന. ഫേക്ക് ഐഡി. ആ കാലഘട്ടത്തില് ചൂഹിച്ചവളെ വരെ പറ്റിച്ച്. ചാക്കോച്ച എന്തുവാണ് ആദ്യം ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വേറെ വഴിക്ക് റൂട്ട് ഇപ്പൊ ഫേക്ക് ഐഡിയ കൊണ്ട് വന്നേക്കും. അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ സിനിമയിലല്ലേ, ഇത് നമ്മൾ സീരിയസ് എടുക്കാൻ പാടുണ്ടോ? സാർ, ഇപ്പൊ തന്നെ ഇവന്റെ ഫോട്ടോ നമുക്ക് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടണം. അതെ, അതാണ് വേണ്ടത്. ഇവന് ആള് ശരിയല്ല, ഫ്രോഡാണെന്ന് പറഞ്ഞ് ഇവന്റെ ഫോട്ടോ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാം. എന്റെ ഫോട്ടോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടും. നിങ്ങള് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ് ചിരിപ്പിക്കല്ലേ എന്ന് പറ. നമ്മൾ സാധാരണ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കും. ആദ്യത്തെ ദിവസം 2 ദിവസം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു സന്തോഷം കാണും. അതും കറക്റ്റ് ചാക്കോച്ചന്റെ സിനിമയാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ദിവസം ചാക്കോച്ചന്റെ പടം. അതാണ്ടോ എന്റെ തെളിവുണ്ട്. ഞാൻ തന്നെ പിടിച്ചോ. ഈ പീലൊന്ന് ഞെക്ക്. ആ ഹലോ ഹലോ കറക്റ്റ്. ഹലോ 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 ഹലോ. ഇതാണ് ഫസ്റ്റ് ഡേ. എന്നിട്ട് ഒരു 1.5 മാസം കഴിയുമ്പോ ഈ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്ന് പറയും. നമ്മളൊരു നോക്കി നിപ്പുണ്ട്. അതുകൊണ്ട് പടത്തിൽ തന്നെ ചാക്കോച്ചന്റെ കണ്ടോ. ഇങ്ങനെ മെസ്സേജും ഇല്ലാതെ ആരും വരാതെ ഒരു ഹായ് ഇടാതെ ഇങ്ങനെ നോക്കി. ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും അപ്പം മരിച്ച ഒരു ആദരാഞ്ജലി വരും. ആ, നമ്മുടെ ഗ്രൂപ്പും സാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവന്റെ ഈ ലാപ്ടോപ്പിലാണ് മൊത്തം പ്രശ്നങ്ങളുള്ളത്. ഇവന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യണം. എന്തിനാ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യണം? സാറാ എന്റെ ജീവിതമാണ് സാറേ അതിനകത്ത്. സാറല്ലേ കൊടുത്തേ. പാസ്വേഡ് എന്താ? പാസ്വേഡ് അത് തന്നെ മാഡം. ഓക്കെ. അടിച്ചു തുറക്കുമ്പോൾ തന്നെ ഓപ്പൺ ആവും. പിന്നെ പാസ്വേഡ് ഒന്നും വേണ്ട. സാറേ നോക്ക്, ഒത്തിരി ഫോൾഡേഴ്സ് അതില്.
ചാക്കോച്ചിന് മൃഗസംരക്ഷണ വകുപ്പിന്റെ അവാർഡ് സംസ്ഥാന അവാർഡാണ് കൊടുക്കണം. ആരാ കൊടുക്കണം? ചാക്കോച്ചന് മൃഗസംരക്ഷണ വകുപ്പിന്റെ അവാർഡ് ഞാൻ കൊടുക്കും. നീയാ? ഇരുവിട്ടെങ്കിലും ഞാൻ കൊടുക്കും സാറേ. എന്തിനാണ്? കാരണം ഏറ്റവും കൂടുതൽ മൃഗത്തിന്റെ പേരിൽ അഭിനയിച്ചാരാണ്? ചാക്കോച്ചനാണ്. ചാക്കോച്ചന്റെ സിനിമാ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനിയത്തി പ്രാവ്, മയിൽപീലി കാവ്, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും, കസ്തൂരി മാൻ, പഞ്ചവർണ്ണ തത്ത, നായാട്ട്, വേട്ട, ശിക്കാരി ശംഭു. എന്തിന്? ജമുന പേരി, നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക. അല്ല, അതിനകത്ത് ഒരു മൃഗത്തിന്റെ പേരില്ല. ഈ നരേന്ദ്രന്റെ മകനാണല്ലോ ജയകാന്തൻ. അതെ, പുള്ളി ലോൺ എടുത്ത് മേടിച്ചതാണ് ഈ ജമുന പേരി. 1 ലിറ്റർ പാല് ഇട്ട് കറന്നു കഴിഞ്ഞാൽ ആട്ടുംപാൽ ആസ്മയ്ക്ക് നല്ലതാണ് സാറേ, കേട്ടിട്ടില്ലേ? അമ്മ സത്യം കുടിക്കണം. തീർന്നില്ല, അടുത്ത അവാർഡ് ഉണ്ട്. അടുത്ത അവാർഡോ? വസ്ത്രാഹങ്കാര അവാർഡ്. വസ്ത്ര അലങ്കാരമല്ലേ? അഹങ്കാരമാണ്. എങ്ങനെയാണ്? അഹങ്കാരമുണ്ട്. ഏതാണ്? വസ്ത്രം ഇടുന്നതിന് ഒരു പരിധിയില്ലേ? സാധാരണ ഒരു സിനിമ എത്ര മണിക്കൂറാണ്? 2.5 മണിക്കൂർ. 2.5 മണിക്കൂറേ ഉള്ള സിനിമ. ചാക്കോച്ചനാണ് വസ്ത്രാഹങ്കാരം കാണിച്ചത്. അനിയത്തി പ്രാവുന്ന സിനിമയിൽ 49 ഷർട്ടും 20 ടീഷർട്ടും ഉണ്ട്. തെളിവുണ്ട് എന്റെ കയ്യില്. തെളിവുണ്ട്. മേഡം, ആ എക്സൽ ഒന്ന് ഞെക്കൂ. സാധാരണക്കാരന ഒരു മനുഷ്യൻ ഇതിടണമെങ്കിൽ 3 മാസം വേണം. പിന്നെ ഒരു തുണിക്കട പോലും ഇല്ലെന്ന് ഇത്ര ഷർട്ട്. എല്ലാവരും ഒന്ന് ആലോചിച്ചൊക്കെ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇത് വസ്ത്രാഹങ്കാരം തന്നെയാണ്. ഒരു മിനിറ്റ്. താനെന്തിനാണോ ചിരിക്കണത്? സീരിയസ് ആയിട്ട് ഒരാൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ താനെന്തിനാ ചിരിക്കണത്? അങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമില്ല. ചിലപ്പം സീരിയസ് ആയിട്ട് പറയുമ്പോൾ ചിരി വന്നാൽ നമ്മൾ ചിരിക്കും. അത് സ്വാഭാവികമാണത്. ചാക്കോച്ചനുണ്ട് അങ്ങനെ. എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്നും ചിരിക്കും. തെളിവുണ്ട് മേഡം. വയ്യിലടിക്കും. ഇയാൾ എന്തിനാ ചാക്കോച്ചനെ പിടിക്കണത്? നോക്ക്, ഫാനാണല്ലോ. പിന്നെ ഇവനെ കഷ്ടമായി വെട്ടി നുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആംഗ്ലമാര്. അതൊക്കെ എങ്ങനെയും നമ്മൾ ചിരിച്ചു പോവും. പിടിച്ചു നിർത്തൂല. നിഷ്കളങ്കമായ മനസ്സുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കണ്ടോ, ഈ വിറ്റ് കേട്ട് നിങ്ങൾ ചിരിച്ചില്ല. തീർന്നില്ല. ലാപ്ടോപ്പിൽ ഇനിയും ഫോൾഡേഴ്സ് ഉണ്ട്. എന്താണ്? സോങ്സിന്റെ ഒരു ഫോൾഡർ. മേഡം, അത് പ്ലീസ്. അത് എന്റെ കഴിവാണ്. എന്റെ കഴിവാണ്. അത് ഓപ്പൺ ചെയ്യല് സാർ. ഇല്ല, അതറിയാം. അത് വേറെ അല്ല. ആ ഫോൾഡർ ഞാൻ ചാക്കോച്ചിന് വേണ്ടി ഞാൻ എഴുതിയ മനോഹരമായ ഒരു സോങ് ആണ്. മുമ്പേ വെച്ച് പാടാൻ പറ്റുന്നതല്ല. ഞാൻ നീ ഒന്ന് പാട്, ഞങ്ങളൊന്ന് കേക്കട്ടെ. പുള്ളി പാടണമെന്നുണ്ട്. ചാക്കോച്ചിന് വേണ്ടി ഞാൻ എഴുതി. ഞാൻ പ്രശസ്ത കവി A.R. റഹ്മാൻ സംഗീതം ചെയ്ത പ്രഭുദേവയ്ക്ക് അതൊരു ചെറിയൊരു സാമ്യം വരും ഈ പാട്ടുമായിട്ട്. ലെനു ചായ കുടിച്ചെങ്കിൽ ഒന്ന് മ്യൂസിക്കോ പിന്നെ പേടി. റിമി നാളെ കൊണ്ട് ഗാനമേളക്ക് പാടി കോടികൾ മേടിക്കോ എന്ന് സാരല്ല പൊട്ട്. പിന്നെ MG സാർ ഇരിക്കണോണ്ട് അങ്ങോട്ട് പോകില്ലെന്നൊരു ഉറപ്പുണ്ട്. ചാക്കോ ചാക്കോ ചാച്ചാ ഞങ്ങളുടെ ചാച്ചാ ചാക്കോ ചാച്ചാ ഞങ്ങളുടെ ചാച്ചാ. ശാലിനി വന്നാലെന്താ, ജോമോള് പോയാലും ചാക്കോച്ചാൻ എന്ന് സ്റ്റാറാ. ചാക്കോച്ചാൻ ഇന്ന് സ്റ്റാർ. ചാച്ചാ ഞങ്ങളുടെ ചാച്ചാ. ചാക്കോ ചാച്ചാ ഞങ്ങളുടെ ചാച്ചാ. എന്തിനാടാ പുള്ളിനെ ചാച്ചാ ചാച്ചാന്ന് വിളിക്കണത്? അതെ, ഒരു മിനിറ്റ്. മമ്മൂട്ടി നിങ്ങൾ എന്ത് വിളിക്കും? മമ്മൂക്ക. മോഹൻലാൽ നിങ്ങൾ എന്ത് വിളിക്കും? ലാലേട്ടൻ. അതുകൊണ്ട് ഞങ്ങളുടെ ചാക്കോച്ചനെ ചാച്ചാന്ന് വിളിച്ചുകൂടെ നിങ്ങൾക്ക്? കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ ചാച്ചാന്ന് വിളിക്കും. ചാക്കോച്ച അല്ലേ ചാച്ചാ? ഓ, വിളിക്കാം. വേറെ പാട്ടിലും വിളിക്കാം. ചാം ചച്ചാ ചൂം ചച്ചാ ചുമരി ചാക്കോച്ചാ. ഇത്ര പാട്ട് ഞാൻ തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഇങ്ങനെ പാട്ട് ഭയങ്കര. ചാക്കോച്ച ബർത്ത്ഡേക്കൊന്നും പ്രിയാരംഭെന്ന് പാടി ഷൈൻ ചെയ്യല്ലേ പാട്ട്. നമ്മൾ ഒരു വിധം എഴുതിക്കൊണ്ട് വന്നേക്കാണ് കേട്ടോ. അത്രേ ഉള്ളു പറയുള്ളൂ. അതെ,
എന്നാ നമുക്ക് കേട്ടാ പോവാ. എങ്ങോട്ട് പോവാം? ഞാൻ ചാക്കോച്ചന്റെ ഫ്രണ്ടിൽ പാടി, എനിക്ക് ഉത്തരം മതി. എന്നാലും ചാക്കോച്ചന്റെ ഫ്രണ്ടിൽ പാടി അത് റിലീസ് ചെയ്തല്ലോ. ഇല്ലല്ലോ, എനിക്കത് മതി. അത്ര അല്ല, നിന്റെ പാട്ട് ചാക്കോച്ചന്റെ മുമ്പിൽ റിലീസായി, പക്ഷെ നിന്നെ ആര് റിലീസാക്കോ? അവിടെയാണ് പ്രശ്നം. ആര് റിലീസ്? എന്നെ അവിടെ കൊണ്ടുപോകണം. നിന്നെ ഞങ്ങള് കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകണം. എന്നെ ആ കൊണ്ടുപോയ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങും. അങ്ങനെ ചാക്കോച്ചൻ കരുന്നൂർ റിസീവ് ഇപ്പം വരും എന്നെ വിളിക്കാം. നിന്നെ ജാമ്യത്തിൽ ഇറക്കലല്ലേ ചാക്കോച്ചന്റെ പരിപാടി? പോടാ അവിടുന്ന്. ഇറങ്ങൂലേ ഇല്ല ചാക്കോച്ച? ഇല്ലേ? വഴിക്ക് പോവല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടുപോകല്ലേ? ആ ഒരു 200 ബംഗാളി കഥ മലയാളത്തിലേക്ക് പിഷാരടിക്ക് കൊടുത്ത പുള്ളി ഇറക്കിയല്ലേ ചിലപ്പോൾ. എടാ, പുള്ളി ആ ബംഗാളി കഥകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അതുണ്ടാക്കാൻ നിക്കല്ലേ? അപ്പൊ ഞാൻ ജയിലിൽ തന്നെ. ജയിലിൽ തന്നെ സാരമില്ല, ജയിലിലായാലും 2 ദിവസം കഴിയുമ്പോ ചാടാലോ ജയിലിൽ നിന്ന്. അതെങ്ങനെ ചാടും, ഞാൻ ചാടും. ജയിലിൽ ആടിയിട്ട് ജയിലിൽ ചാടിയിട്ട് ഞാൻ മഞ്ജു വാര്യരുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറും. അതിന് നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? നമ്മളിപ്പം സാർ അറസ്റ്റ് ചെയ്ത് എന്നെ എങ്ങനെയാണ് കൊണ്ടുപോകണം? ജീപ്പിൽ കൊണ്ടുപോകും. എന്നെ ആ സമയത്ത് പഠിപ്പിച്ചത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പഠിക്കും സാറേ. ഈസിയായിട്ട് സത്യം പഠിപ്പിക്കാടാ. സാർ പഠിപ്പിച്ചില്ലേ? പിന്നെ പഠിപ്പിക്കും. നിന്നെ ഞാൻ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് കുട്ടനാടൻ അതാടാ സത്യം ശിവം സുന്ദരായത് എല്ലാം ശുഭമായി. വേണവിടെ ചാക്കോച്ചൻ പ്രാഗി. അല്ലെങ്കിൽ വിഷു നിങ്ങളെ റെഡി കിട്ടുമോ സാറേ? നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചാക്കോച്ചൻ ഒരു പാട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കില്ലേ? ഇല്ലേ? അത് പ്രതീക്ഷയുടെ കാരണം നമുക്കറിയാം. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോ ചാക്കോച്ചൻ അതിൽ പള്ളിയിൽ അച്ഛൻ, പുള്ളിക്കാരി കന്യാസ്ത്രീ അല്ലേ? അതെ, അങ്ങനല്ലേ അഭിനയിച്ചത്? ഇതിന്റെ അതിനകത്ത് ഒരൊറ്റ പാട്ടുണ്ട്. നല്ല പാട്ടല്ലേ? വളരെ നല്ല പാട്ടാണ്. നല്ല മെലഡി സോങ്. നല്ല മെലഡിയാണ്. നിന്റെയൊക്കെ മനസ്സിലെ ദുഷ്ടലാക്കുകൾ ആദ്യം നീ ഇല്ലാണ്ടാക്ക്. ഞാനല്ലോ എന്താണ് നന്നാവാത്ത നീ? അത് ശരി, ഇപ്പൊ ഞാനായ തെറ്റുകാരൻ. ഇപ്പോഴും നമ്മൾ അവരെ കണ്ടുവന്നിട്ടാ പിള്ളേരെ കാണിക്കുന്നത്. എന്തിന്? നിന്റെ കോമഡിയേക്കാളും നല്ലായിരുന്നു. ശരി, അതിനെ ഒന്ന് ഡീസന്റ് ആയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലും. അല്ല, ഇതിന് മുമ്പുള്ളത് ഡീസന്റ് ആണെന്ന് നീ സമ്മതിച്ചാൽ മാത്രമേ റീക്രിയേഷൻ ഉള്ളൂ. അതെന്ത് വർത്താനോ നീ പറയുന്നത്? അതിനെ ഡീസന്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നതൊക്കെ അങ്ങനെയല്ല. ആ പാട്ടിൽ മറ്റേ ഇതാണല്ലോ, അവരൊരു വളരെയധികം സ്നേഹത്തിലാണല്ലോ. ഇതിനെ പെട്ടു. ബാക്കി പറ. ഇത് പറഞ്ഞ് ശരിയാക്കിയിട്ട് പോയാ മതി. വിശുദ്ധല്ലേ ആ വളരെ മഹത്തായ ഗാനം ഒന്ന് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? മഹത്തായ ഗാനമാക്കിയിട്ടുണ്ട്. റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നല്ല കോലത്തിലാണ്. ഇതെന്താ കുഴപ്പം? അത് കുഴപ്പമില്ല. ആ വൈശാലിയില് ഋഷ്യശൃംഖനെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ പ്രിയ വളർത്തിക്കൊണ്ട് വന്നതായിരുന്നു ചാക്കോച്ചൻ. ആ ചാക്കോച്ചനെ വഴി തെറ്റിച്ചത്. വളർത്തിക്കൊണ്ടുവന്നു ചാക്കോച്ചനെ. ചാക്കോച്ച എന്തോ കണ്ടോ? ഒരു പള്ളിയിൽ അച്ഛനും കന്യാസ്ത്രീ തമ്മിൽ കണ്ടുമുട്ടുന്നത് കണ്ടോ? അത്രയ്ക്കും ദൈവികമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യാറുള്ളത് പോലും. എന്താ അങ്ങനെ എടുത്തു പറയുന്നേ? അല്ല, അങ്ങനെ എടുത്ത് പറഞ്ഞതിന്റെ കാരണം അതല്ലേ ചോദിച്ചേ? ഞങ്ങൾ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഗ്രീറ്റ് ചെയ്യാറുള്ളത്. അതാണ്. അപ്പൊ ആ ഒരു പടം കഴിഞ്ഞിട്ട് പിന്നെ മീയും ചാക്കോച്ചനും ഒന്നിച്ച് അഭിനയിച്ചില്ലേ? കസിൻസിലുണ്ടായിരുന്നു. അതിന് മുമ്പ് വേറെ പടത്തില് ഏറ്റവും ആദ്യം മിയ ആകുന്നതിന് മുമ്പ്. അതെ അതെ. ഞാൻ ജിമി എന്നുള്ള പേരിലായിരുന്ന സമയത്ത് ഡോക്ടർ ലവ് എന്ന് പറയുന്ന ഒരു സിനിമയില് ഒരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതും ചാക്കോച്ചന്റെ പടമായിരുന്നു. അപ്പൊ മിയ എത്ര പേരുണ്ട്? 2 പേര്. അല്ല, മൊത്തത്തിൽ 3 വീട്ടിൽ വിളിക്കണ വേറെ അല്ലേ? മൊത്തത്തിൽ 3 പേരുണ്ട്. ജിമി ജോർജ് എന്നാണ് ഒഫീഷ്യലി എന്റെ പേര്. അതാരും വിളിക്കുന്നത്? അത് ആരും സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് ജിമി ജോർജ്. ആ പേര് കറക്റ്റ് ആയിട്ട് ആരും വിളിക്കാത്തത് കൊണ്ട് സിനിമയിൽ വന്നൊന്ന് ആക്റ്റീവായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിയ എന്നാക്കി. പിന്നെ 3ാമതൊരു പേരുള്ളത് മാമോദിസ പേരാണ്, എലിസബത്ത്. അങ്ങനെ 3 പേരുണ്ട്. അങ്ങനെ 3 പേരുണ്ട്. ഇതാണ് വിളിക്കുന്ന എല്ലാരും. നാട്ടുകാര് മിയ അല്ല, ഇവൻ കെട്ടിയവൻ എന്താ വിളിക്കുന്നത്? കെട്ടിയോ വിളിക്കുന്നത് വാവേന്ന് വിളിക്കും. വാവേന്നോ? എത്ര ഭാഗ്യവതിയാ. എന്റെ പപ്പയും മമ്മി എന്നെ വാവേന്ന് കുഞ്ഞാവേന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അത് പിന്നെ അതെ, ആരെങ്കിലും അങ്ങനെ വിളിക്കണ്ടേ? കാരണം കൊച്ചുമക്കളൊക്കെ വന്നേ പിന്നെ മമ്മിയൊന്നും അങ്ങനെ ഒരു കാര്യമേ ഓർമ്മയിൽ പോലും ഇല്ല. ഞാൻ പണ്ട് അങ്ങനെ എന്റെ മോളെ ഇങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം കൊച്ചുമക്കൾ വന്നപ്പോ എല്ലാം പോയി. ഇപ്പൊ കെട്ടിയോ മാത്രമേ ആ വാക്ക് വിളിക്കുന്നുള്ളൂ. ഇതൊക്കെ ശരിയാ. ഇപ്പൊ മെഴുകുതിരി കളിക്കാന്നും പറഞ്ഞ് അവിടെ ചാക്കോച്ചൻ വന്ന് നിക്കാന്ന് പറഞ്ഞിട്ട് നേരെ എത്രയെന്നറിയാമോ? ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് കെട്ടിയും വിളിക്കണ ഓമന പേര്, പേരക്കുട്ടികളുടെ വിലാസം,
ഇതൊക്കെയാണോ പക്ഷേ ജനാധിപത്യ പക്ഷെ ഈ വ്യവസ്ഥയിൽ മൊമെന്റിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു. കിഡിലമായിരുന്നു. ഞാൻ പ്രൊഡ്യൂസർ സിബി സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ആ സിനിമയിൽ കണ്ടതേ ഇല്ല. ടോട്ടലി ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു character. ബാക്കിയുള്ളവരൊക്കെ നന്നായിരുന്നു. ഇത് കോംപ്ലിമെന്റ് ആണ്. ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രമാണ് കണ്ടത്. സൂപ്പർ ആയിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പണ്ട് ആരോ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കറണ്ട് പോയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉദയേട്ടന്റെ കഥയല്ലേ ഇത്? ഗംഗേ എന്ന് വിളിക്കണ പോലെ പ്രിയെന്ന് കേട്ടോടെ കൈവിട്ട് ഓടി. ഞാൻ ഓർമ്മിപ്പിച്ചു ഭാര്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്രിയേ ഒറ്റ ഓട്ടം. അതുവരെ നല്ല ഗ്രേസ് ആയിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് വന്നിട്ട് പ്രിയെന്ന് ഒറ്റ ഞെട്ടല. അയ്യോ അതിപ്പോ നമ്മള് ആരാണേലും അങ്ങനെയല്ലേ ശ്രീകുട ചേട്ടാ. അതുപോട്ടെ, ചേച്ചിയുണ്ടല്ലേ ചേച്ചിയുണ്ട് ഇവിടെ. ഞാനൊന്നും പറഞ്ഞില്ല. അവന് പിന്നെ ലക്ഷ്മി പറയുന്നതിനെതിരെ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അവനല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. 4 മണിക്കൂർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ പ്രശ്നങ്ങൾ എന്താ തിരിച്ചു വന്നല്ലോ. ഞാൻ അതാ പറഞ്ഞു, എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കോംബോ അതിനകത്ത് ഭയങ്കര രസമായിട്ട് വൈശാഖ് സംവിധാനം ചെയ്തതിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടവും കൂടിയായിരുന്നു വിശുദ്ധൻ എന്ന് പറഞ്ഞ പടം. ഭയങ്കര നല്ല ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ഒക്കെ കൈകാര്യം ചെയ്തൊരു സിനിമയായിരുന്നു. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു ആൾക്കാരെ കാണാതെ പോയൊരു വിഷയം, അതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞൊരു കടാവറിന്റെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മെഡിക്കൽ ഒരു ഇഷ്യൂസും കാര്യങ്ങളും. അത് പക്ഷെ ആൾക്കാർ അധികം വന്നില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് സിനിമകളിൽ പാട്ടുകൾ വളരെ കുറവുള്ള ആളാണ് ഞാൻ. പക്ഷെ കിട്ടിയ 1-2 പാട്ടുകൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഈ പാട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് ഈ പാട്ടുകൾ നല്ല ഹിറ്റ് പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും, നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ആൾക്കാരെ ആർട്ടിസ്റ്റിനെയും കൂടെ അടുപ്പിക്കും. പെട്ടെന്ന് ആ പാട്ട് പെട്ടെന്ന് റീച്ച് ആവും ആർട്ടിസ്റ്റുകൾ. അപ്പൊ എനിക്ക് പാട്ടുകൾ കുറവായിരുന്നു, പക്ഷെ ഈ പാട്ട് എന്നെ ഉറപ്പായിട്ടും എന്നെ കുറെ ഓഡിയൻസിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ള ഒരു സോങ് ആണ്. എനിക്കും പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് കേൾക്കാനൊരു അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അതിന് ചിരിക്കേണ്ട കാര്യം. മഞ്ജു ചേച്ചി, ചാക്കോച്ചന്റെ ഇപ്പം സിനിമയില് വരുന്ന സമയത്തും ചാക്കോച്ചനെ അറിയാം, എന്നാലും ചാക്കോച്ചനോട് പിന്നീട് അഭിനയിക്കുന്നത് 2ാം വരവിലാണല്ലോ അല്ലെ? അപ്പൊ ഞാൻ പറയുന്നത് ചാക്കോച്ചന്റെ അന്ന് കാണുമ്പോ ഏറ്റവും ഫേവറേറ്റ് പടം ഏതായിരുന്നു? അന്ന് അനിയത്തിപ്രാവ് തീർച്ചയായിട്ടും ഉണ്ട്. അനിയത്തിപ്രാവ് ഉണ്ട്. പിന്നെ നമ്മൾ അഭിനയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓണത്തിന് വനിതയിലോങ്ങാട്ടല്ലേ മയിൽപ്പീലിക്കാവിന്റെ സമയത്തായിരുന്നു. അർജന്റ് ആയതുകൊണ്ട് വന്ന കേട്ടോ. എന്താ അർജന്റാണ് ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അല്ല, ഒരു കാര്യം പുള്ളിയോട് ഒന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. ഞാനിപ്പോ ഗ്രീൻ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ വെച്ചിരുന്ന എന്റെ മാലയൊന്നും കാണുന്നില്ല. കാണുന്നില്ല. അവന്റെ പോക്കറ്റ് തപ്പു കിട്ടും. പക്ഷെ ചേട്ടൻ ഇവിടെ ഞാനല്ല മാലയുടെ ഒരു വെയിറ്റ് ഒന്നും ഇതിൽ തോന്നുന്നില്ല. ഇല്ല, അതാ പറഞ്ഞേ. അപ്പൊ ഒന്ന് ആരോ എടുത്തെന്ന് തോന്നുന്നു. ഞാൻ അവിടെ മുഴുവൻ നോക്കിയിട്ട് കാണുന്നില്ല. ആരെങ്കിലും ആ മാല എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കോ? നമ്മുടെ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളിനെ ഇങ്ങനെ അപമാനിച്ച് വിടാൻ പാടുണ്ടോ? ഞാൻ നേരത്തെ വന്നപ്പോഴേ നമ്മുടെ ചാനലിന്റെ ഒന്നും ഒരു പരിചയമില്ലാത്ത ഒരു കക്ഷി അവിടെ ഗ്രീൻ റൂമിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. സിബി ചാവറയാണോ? അല്ലല്ല, പുള്ളി നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസർ ഒക്കെ ആണോ? പിന്നെ ആരാണത്? സിബി സാറിനെ എനിക്ക് അറിയാം. പുള്ളിയൊന്നുമല്ല, ഒരു പരിചയമില്ലാത്തൊരു കക്ഷി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതാ നിങ്ങൾ കാണിച്ചു വെച്ച് അളക്കരുത്. കണ്ടത് വെച്ചിട്ട് നിങ്ങൾ ആൾക്കാരെ ജഡ്ജ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാം കേട്ടോ. സിബി ചാവറയൊക്കെ പുള്ളിക്കാരിക്ക് കണ്ടറിയാലോ? അറിയാത്ത ആളാ, അറിയത്തില്ലാത്ത ആളാ, ഒരു പരിചയമില്ലാത്ത ഒരാളെ അതിലെ കിടന്ന് ചുമ്മാ കണ്ട എങ്ങനെ ആളിനെ കണ്ട എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? ഇപ്പൊ വിളിച്ചതിനാല് അവിടുത്തെ CCTV എല്ലാം വർക്കിംഗ് ആണോ? ഒന്ന് അന്വേഷിക്കോ? നീ അങ്ങോട്ട് വിട്ടോ, ഞാൻ എന്തായാലും അർജന്റായോണ്ട് വന്നാണേ. ഡ്രസ് മാറി കഴിയുമ്പോ അവിടെ സാധനം കൊണ്ടുവരും കേട്ടോ. താങ്ക് യു. തുടക്കത്തോട്ട് നമ്മളെ അവിടെ നിന്ന് നിങ്ങളെ നോക്കി വരയ്ക്കുകയായിരുന്നു. ഇത് കാവ്യ. ഹായ് കാവ്യ. ഹായ് കാവ്യ. ഹലോ. ഹലോ. കാവ്യക്ക് സംസാരിക്കാനും കഴിയില്ല, ചെവിയും കേൾക്കില്ല. പക്ഷേ അസാധ്യമായിട്ട് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തൊരു കഴിവുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കും. അടിപൊളി. അപ്പോ കവ്യ ഇവിടെ നോക്കി വെച്ച് വരച്ചതാണ്. ഒരു നോക്കി വരച്ചത് അല്ലേ? ആലോചിച്ചിട്ട് വച്ചത്. ബട്ടർഫ്ലൈ.
ആലോചിച്ച് ഇട്ടത് ഇഷ്ടം. അതെ, ഇഷ്ടം കൊണ്ട് വരച്ചതാണ്. ഓക്കെ, കേട്ടല്ലോ കാവ്യ പറയുന്നത് കേട്ടല്ലോ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നമുക്ക് കാവ്യയുടെ അമ്മയെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാം. കാവ്യ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് അമ്മ പറഞ്ഞു തരും. ഓക്കെ, കാവ്യക്ക് ഈ കാവ്യ ജനിച്ചു വന്നത് തൊട്ടാണോ ഈ ഇതുള്ളത്, ഈ പ്രശ്നമുള്ളത്? ജന്മനാ കേൾവി ഇല്ലായിരുന്നു. ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് കേൾക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോയി. അപ്പം നെർവ്സിന്റെ കംപ്ലൈന്റ് ആണ്, ചിലപ്പോ ഒരു മിറക്കിള് പോലെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞു. പക്ഷെ ആള് ആക്റ്റീവ് ആണ്, കേൾക്കത്തില്ലെങ്കിൽ എല്ലാം സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് കാവ്യക്ക് കേൾക്കത്തില്ലെന്ന് കാവ്യക്ക് പോലും അറിയത്തില്ല, കൂട്ടുകാർക്കും അറിയത്തില്ല. അവള് ചോദിക്കുന്നതിനെല്ലാം ആൻസർ പറയും. അതെ, ഞാനിപ്പോ ഇവിടെ പറഞ്ഞതിലൊന്നും ഞാൻ സൈൻ ലാംഗ്വേജ് ഒന്നും കാണിച്ചില്ലല്ലോ. നമ്മൾ പറയണതിനെല്ലാം കാവ്യ മറുപടി പറയുന്നുണ്ട്. കാവ്യക്ക് നിങ്ങൾ പറയണതെല്ലാം മനസ്സിലാവും. അതാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് കാവ്യക്ക് അത് കിട്ടുന്നുണ്ട് അല്ലെ? അത് ചെറിയൊരു കാര്യമല്ല. മാത്രല്ല, പറയാനുള്ള ശ്രമം എപ്പോഴും നമുക്ക് കാത് കേൾക്കാതാകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചു കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് ശരിയോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവണം. അങ്ങനെയാണ് സ്പീച്ച് ഇംപെഡിമെന്റ് വരുന്നത്. പക്ഷേ ഇവിടെ കാവ്യ അതിനെ ശരിക്കും ഒരു തരത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. കാവ്യ താങ്ക് യു പറയണ്ടേ ഇവിടുത്തെ? താങ്ക് യു മോളെ, താങ്ക് യു. കാവ്യ, ഞങ്ങൾ രണ്ടുപേരും എവിടെ ഫോട്ടോയിൽ? റിമിയും MG എവിടെ ഫോട്ടോയിൽ? പറഞ്ഞു, അവരടുത്ത് പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരച്ചു തരാം. അടുത്ത പ്രാവശ്യം വരച്ചു തരാം. നിങ്ങൾ 3 പേരും ഒന്ന് വേദിയിലേക്ക്. മോളെ കാവ്യ, ഇത് അവർക്ക് 3 പേർക്കായിട്ട് കൊടുക്കാം. അടിപൊളി അടിപൊളി അടിപൊളി, നന്നായി. ഹാപ്പിയായോ? മോള് സ്കൂളിൽ പോണ്ടോ? മോളിപ്പം PG കഴിഞ്ഞു, മാസ്റ്റർ ഓഫ് ഫൈനാൻസ് RLV കോളേജിൽ. കണ്ടപ്പോ കൊച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചു. PG കഴിഞ്ഞ ഒരു 4 വയസ്സ് മുതലേ വരയ്ക്കും. ഇപ്പൊ RLV-യിൽ ഇപ്പം ഒരു ഫൈനൽ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം ആണല്ലേ? റിസൾട്ട് വന്നിട്ടില്ല. സൂപ്പർ. ഇതൊക്കെയാണ് 2022-23 ലളിതകലാ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. അത് ശരി. അപ്പോ അമൃത TVയുടെ ഒരു ആദരം നൽകുന്നതിനായിട്ട് നമ്മുടെ കൃഷ്ണചന്ദ്രൻ സാറിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കേട്ടോ. കൃഷ്ണചന്ദ്രൻ സാർ, വെൽക്കം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമുക്ക് കിട്ടുന്ന വലിയൊരു മൊമെന്റ് ആണ്. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെയാണ്, നിങ്ങൾ അവിടെ നോക്കി ഇത് ചെയ്തു, പക്ഷെ ബാക്കി മുഴുവൻ ഉള്ളതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിൽ കണ്ടത് വരച്ചതാണ്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ മോളെ, ബ്യൂട്ടിഫുൾ കേട്ടോ. അപ്പൊ ബാക്കി എല്ലാവർക്കും ഒന്ന് അങ്ങോട്ട് പോവാം. എന്താ മോളെ എന്താ ചോദിച്ചേ? മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി സൂപ്പർ. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? സംസാരിക്കണോ മഞ്ജു ചേച്ചിയുടെ അടുത്ത്? സംസാരിക്കണം, ഇഷ്ടപ്പെട്ട് സംസാരിക്കണം. സന്തോഷം, സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ബ്യൂട്ടിഫുൾ മോളെ കേട്ടോ. താങ്ക് യു. കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ചാക്കോച്ചനെ കാണണമെന്ന് പറഞ്ഞിട്ട്. ചാക്കോച്ചൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കയറ്റിവിടാം. എന്തായാലും വിളിക്കാം. അവരറിയാവുന്നതാണോ നോക്കൂ കേട്ടോ. ഈ വൈകിയ വേളയിൽ അവരെന്തിനാ വന്ന് ചോദിക്കാം, അവരോട് തന്നെ ചോദിക്കാം നമുക്ക് കേട്ടോ. ഇത്രയും വൈകിയ വേളയിൽ എന്താ അവർ വന്നതെന്നുള്ളത്. ഒന്ന് വരുമോ, ഒന്ന് അകത്തേക്ക് വരുമോ? ആളെ വേണ്ടത്ര മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. നന്നായിട്ട് മനസ്സിലായി. അവരെയൊക്കെ അറിയോ ചാക്കോച്ച? ചെറുതായിട്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെറിയ പരിചയം ഉണ്ടല്ലേ നിങ്ങളെല്ലാരും തമ്മില്? എന്താണത്? നേരത്തെ ഈ പരിപാടി പേര് തന്നെ നിറസല്ലാപെന്നാണ്. അതെ.
അപ്പോൾ ഈ സല്ലാപത്തിന്റെ ഈ സൗഹൃദത്തിന്റെ വലിയൊരു നിറക്കൂട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ചൻ. ഞങ്ങളൊക്കെ കോളേജ് കാലത്ത് ഇവരൊക്കെ കുറച്ചുപേര് സ്കൂൾ തൊട്ട് പഠിച്ചവരാണ്. പക്ഷേ എത്രത്തോളം ഹൈറ്റിലേക്ക് പോകുമ്പോഴും ആ റിലേഷൻഷിപ്പിന്റെ റൂട്ട് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ചൻ. അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. അത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് അനുഭവമുള്ള കാര്യവും കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് പരിചയം? ചാക്കോച്ചനായിട്ട് എപ്പോഴാണ് അവിടെ പഠിച്ചത്? ഞാൻ ഡിഗ്രി ഞങ്ങൾ ഒരുമിച്ച് ST കോളേജായിരുന്നു. ST കോളേജായിരുന്നു. പേര്? ഞാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ. ഓക്കെ. ആലപ്പുഴയാണ്. ഇപ്പോഴും ചാക്കോച്ചനുമായിട്ട് ബന്ധമുണ്ട്. അടുത്ത ആൾ ഒന്നും ചോദിക്കാം. എന്റെ പേര് സന്തോഷ് എന്നാണ്. എല്ലാവരുടെ ഇരട്ട പേരുകൾ പറയണം ചാക്കോച്ചൻ. പറയും. ഞാനും കുഞ്ചാക്കോയായിട്ട് 5ാം ക്ലാസ് മുതൽ പഠിച്ചതാണ്. 5ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ചത്? ഇപ്പോഴും ആ ബന്ധമുണ്ട്. 5ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ച ആളിന്റെ മുടിയൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? അതിന്റെ കഥ വേറെ ഞാൻ പറയാം. ഈ ആന്റിനാന്ന് വിളിക്കുന്നത് എന്താ പുള്ളിയെ? അവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകളും അവനോടാണ് ചോദിക്കുന്നത്. റേഡിയോ സെന്റർ എന്ന് പറഞ്ഞ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആന്റീന പണ്ട് നമ്മുടെ ഈ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ടിവിയുടെ ആന്റീന എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഏതോ ആന്റീന എന്നാണ് ഞാൻ കേട്ടത്. നിന്റെ സ്വഭാവം അനുസരിച്ച് അതേ പറയുള്ളൂ, എനിക്കറിയാലോ. ഞാൻ അന്ന. എനിക്ക് ആക്ച്വലി ചാക്കോച്ചനെ കൊച്ചിലെ മുതൽ അറിയാം. UKG പഠിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ട്യൂഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങള് സെയിം ഡാൻസ് ടീച്ചറാ. പക്ഷെ പുള്ളി അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായി. ചാക്കോച്ചനെ വിടാതെ പിടിച്ചേക്കുവായിരുന്നല്ലേ? എന്റെ പേര് ആദർശ്. നിന്റെ പേര് പറയണോ? ഞാൻ ഇപ്പൊ ആക്റ്റീവ് അല്ലല്ലോ അത്. ഇപ്പൊ ഇരട്ടപ്പേരുമായിട്ട് ബന്ധമില്ല. കാരണം പണ്ട് ഭയങ്കര മെലിഞ്ഞായിരുന്നിരുന്നത്. അതുകൊണ്ട് അസ്ഥി എന്നാണ് അവനെ വിളിച്ചോണ്ട്. ഓ അത് ശരി. ഞാൻ 9th തൊട്ട് പഠിച്ചു തുടങ്ങിയത്. 9th തൊട്ട് ഒരുമിച്ചായിരുന്നു അല്ലേ? എന്റെ പേര് ദിപ്പു. എടാ നിന്റെ ഇരട്ടപ്പേര്? ഇല്ലായിരുന്നു, ഇരട്ടപ്പേരില്ലായിരുന്നു. എന്തൊരു ശരി, നമുക്ക് ഇവിടെ ചൊർണ്ണ ഇടാം. റിമിക്ക് വിട്ടു. ബാങ്കിന്റെ ഇടപാടൊക്കെയാണ്. ഞാനൊരു പേരിടുന്നു, ചാണക്യൻ. ശരിയാ. കുഞ്ചാക്കോ അല്ല, അത് വേണോ? LKG UKG ഒക്കെ മാതാ സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് 3 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് കോയമ്പത്തൂര് ഞാൻ സന്തോഷൊക്കെ MB ചെയ്യുമ്പോ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കും. അങ്ങനെ പല പല ടൈമിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കമ്പൈൻ സ്റ്റഡി എല്ലാം ഉണ്ട്. ഞാൻ സൗമ്യ. ഞങ്ങൾ BCom ഒരുമിച്ചാണ് പഠിച്ചത്. BCom-ലാണ് ഒരുമിച്ച് പഠിച്ചത്. പഴയ സുഹൃത്തുക്കളെ മുഴുവൻ കിട്ടിയില്ലേ? പിന്നെ വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ അല്ലേ? ഇവരോട് വേറെ ചോദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് ഇങ്ങനെ നമ്മള് സൗഹൃദങ്ങൾ ഒരു സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന സമയം കളയാതെ ആ പുള്ളിക്ക് നല്ലൊരു പേരിട്ട് വിടാൻ നോക്ക്. പേരിട്ടല്ലോ. ചാണക്യം വേണ്ട, വേറൊരു പേര്. ചാണക്യം വേണ്ട, വേറെ പേര് ഓരോരുത്തരുടെ ഓരോരുത്തർ ശേഷം പറ. എന്തെങ്കിലും എനിക്ക് മാത്രമേ പേര്, ബാക്കി എത്രയോ പേരുണ്ട്. എന്തോ ഒരു ലുക്കിൽ അവരെ പിടിച്ചു. പേരില്ലാന്ന് പറഞ്ഞുകൊണ്ടാ ചേട്ടൻ അത് വിഷം വരരുത്. വിഷമിച്ചു. അപ്പൊ നമുക്കൊരു പേരിടാം, ത്രിഗുണൻ. MG അണ്ണനാട്ടോ പേരിട്ടത്, ത്രിഗുണൻ. നമുക്ക് ഈ നിറസല്ലാപത്തിന്റെ വേദിയിൽ വെച്ച് ഈ വന്ന സുഹൃത്തുക്കൾ എല്ലാരും ചേർന്ന് വെച്ച് കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഇച്ചിരി ആക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? കുറച്ച് അവന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മഞ്ജുവിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. മാത്രമല്ല എല്ലാവരുടെയും കൂടെയാ. ഹലോ ഹലോ. പുള്ളി എങ്ങനെയോ മഞ്ജു ഇടുന്ന ബ്ലാക്കാന്ന് അറിഞ്ഞിട്ട് അതേപോലത്തെ ബ്ലാക്ക് ഒക്കെ ഇട്ടോണ്ടോ? എന്തിനാ ഇങ്ങനെ?
താങ്ക് യു ചാക്കോച്ചനും മഞ്ജുച്ചി പോലെ ആഗ്രഹങ്ങളില്ലേ? ഞങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾക്ക് പിഷാരടിയുടെ കൂടെ ഫോട്ടോ എടുക്കാം.